ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണെങ്കിൽ ഈസ് ഓഫ് ടെല്ലിംഗ് നുണയിൽ മാത്യു കുഴൽനാടനെ വെല്ലാൻ വി ഡി സതീശന് പോലും കഴിയില്ല. ഇംഗ്ലീഷും മലയാളവും ഒക്കെ കൂട്ടിക്കലർത്തി എല്ലാം തികഞ്ഞ സർവജ്ഞാനിയുടെ ഭാവത്തിൽ നുണ പറയാൻ കുഴൽനാടൻ ജിക്ക് ഒരു പ്രത്യേക വൈഭവം തന്നെയുണ്ട്. നോക്കൂ ആ പ്രകടനം. ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് 1 കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്നുവരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു ഇതുമില്ല. ദാറ്റ് ഐ കൻ പ്രൂവ്. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമില്ലെന്ന് തെളിയിക്കാൻ നടക്കുകയാണ് കുഴൽനാടൻ ജി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ പെരും നുണ പറഞ്ഞ കുഴൽനാടൻ്റെ മണ്ട നോക്കി വ്യവസായ മന്ത്രി പി രാജീവ് പ്രഹരിച്ചിരുന്നു. അതിനുശേഷം ഇന്നാണ് കുഴൽനാടൻ ജി പൊങ്ങിയത്. തൻ്റെ വാദം നിഷേധിച്ചാൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതൊരു ചലഞ്ചായി ഏറ്റെടുക്കുമെന്നാണ് കുഴൽനാടൻ ജി പറയുന്നത്. അതായത് ഉത്തമ, ഇന്നത്തെ പത്രസമ്മേളനത്തിലും തെളിവ് നഹി ഹേ. ബഹുമാനപ്പെട്ട കുഴൽനാടൻ ജി, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളൊരു പ്രസ് റിലീസ് ഹാജരാക്കുകയാണ്. സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. 2024 സെപ്റ്റംബർ 4 ഡൽഹിയിൽ സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ ഉദ്യോഗ മണ്ഡലം യോഗത്തിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ആ പത്രക്കുറിപ്പിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: While felicitating the top performers under the Business Reforms Action Plan (BRAP), Shri Goyal recognized the outstanding work of states and union territories in enhancing the ease of doing business. States like Kerala, Andhra Pradesh and Gujarat were highlighted for their remarkable reforms in streamlining processes and providing efficient services to business and citizens alike. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ബ്രാപ്പ് പ്രകാരം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ അഭിനന്ദിക്കുന്നതിനിടെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങൾ ശ്രീ ഗോയൽ പ്രശംസിച്ചു. പ്രക്രിയകൾ സുഗമമാക്കുന്നതിലും ബിസിനസ്സുകൾക്കും പൗരന്മാർക്കും ഒരുപോലെ കാര്യക്ഷമമായ സേവനങ്ങൾ നൽകുന്നതിലും കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നടത്തിയ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് കേരളത്തിനുള്ള ഒന്നാം സ്ഥാന പ്രഖ്യാപനമാണോ എന്നാണ് സംശയമെങ്കിൽ ആ പ്രസ് റിലീസിന്റെ അവസാന പാരഗ്രാഫ് കൂടി വായിക്കണം. ദ ഇവന്റ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ത്രൂ ദ ബ്രാപ്പ് ഫെലിസിറ്റേഷൻ സെലിബ്രേറ്റിംഗ് ദെയർ അച്ചീവ്മെന്റ്സ് ഇൻ എൻഹാൻസിംഗ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിച്ചു. BRAP 22 citations were presented to 17 states. Considering a wide ambit of reforms, most of the states were in the aspiring category, while only Gujarat came in the fast movers category. വിപുലമായ പരിഷ്കാരങ്ങൾ പരിഗണിച്ച് 17 സംസ്ഥാനങ്ങൾക്ക് BRAP 22 അംഗീകാരങ്ങൾ നൽകി. മിക്ക സംസ്ഥാനങ്ങളും ആസ്പയറിംഗ് വിഭാഗത്തിലായിരുന്നു. ഗുജറാത്ത് മാത്രമാണ് ഫാസ്റ്റ് മൂവേഴ്സ് വിഭാഗത്തിൽ ഇടം നേടിയത്. ക്രൈറ്റീരിയ ഫോർ സൈറ്റേഷൻ വാസ്, അംഗീകാരത്തിന്റെ മാനദണ്ഡം ഇതായിരുന്നു: എനി സ്റ്റേറ്റ് വിച്ച് ഹാസ് അച്ചീവ്ഡ് ടോപ്പ് അച്ചീവർ കാറ്റഗറി 95% എബോവ് എനി വൺ റിഫോം ഔട്ട് ഓഫ് ടോട്ടൽ 25 റിഫോംസ്. 15 എണ്ണം ബിസിനസ്, 10 എണ്ണം സിറ്റിസൺ സെൻട്രിക് വിച്ച് വെയർ പാർട്ട് ഓഫ് BRAP 22 വെയർ സെലക്ടഡ് ഫോർ സൈറ്റേഷൻ വിച്ച് ഇൻക്ലൂഡഡ്. BRAP 22 ഭാഗമായി ആകെ 25 പരിഷ്കാരങ്ങളിൽ 95% മുകളിൽ മികച്ച നേട്ടം കൈവരിച്ച ഏതൊരു സംസ്ഥാനത്തെയും അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തു. ആ പട്ടിക കാണാം. അതിൽ 1-ാം സ്ഥാനത്ത് കേരളം, 2 ആന്ധ്രാപ്രദേശ്, 3 ഗുജറാത്ത്, രാജസ്ഥാൻ, ത്രിപുര, ഉത്തർപ്രദേശ്. ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് കേരളം, ഒരു സംശയവുമില്ല. ആ ചടങ്ങിൽ വെച്ചാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ടോപ്പ് അച്ചീവർ വിഭാഗത്തിൽ കേരളം ഒന്നാമതെത്തിയതിനുള്ള പുരസ്കാരം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവിന് നൽകിയത്. ചിത്രം സഹിതം തൊട്ടുപിറ്റേന്ന് മനോരമ റിപ്പോർട്ട് ചെയ്ത് നോക്കൂ. 2024 സെപ്റ്റംബർ 5 മനോരമ 2-ാം പേജ്. ചിത്രവും അടിക്കുറിപ്പും ഇങ്ങനെ: വ്യവസായ സൗഹൃദത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിന് വേണ്ടി മന്ത്രി പി രാജീവ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് സ്വീകരിക്കുന്നു. ഈ ഫോട്ടോ പി രാജീവ് കൃത്രിമമായി നിർമ്മിച്ച് മനോരമയ്ക്ക് കൊടുത്തതാണോ കുഴൽനാടൻ ജി? ആ ഫോട്ടോയിൽ പി രാജീവ് ഏറ്റുവാങ്ങുന്ന പുരസ്കാരത്തിന്റെ ടൈറ്റ് ക്ലോസപ്പ് നമുക്ക് സ്ക്രീനിൽ കാണാം. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: BRAP 22 Business Reforms Action Plan, Department for Promotion of Industry and Internal Trade, Government of India proudly felicitates Kerala as a top achiever in 2 business-centric and 7 citizen-centric reform areas. ഇതേ കാര്യം തന്നെയല്ലേ മനോരമ റിപ്പോർട്ട് ചെയ്തത്? ഈ വാർത്ത തെറ്റാണെന്ന് തെളിയിക്കാൻ അന്നോ പിറ്റെന്നോ ഒരാഴ്ച കഴിഞ്ഞോ നമ്മുടെ കുഴൽനാടൻ ജി രംഗത്തിറങ്ങിയതേയില്ല. 2024 സെപ്റ്റംബർ 5 മനോരമയുടെ 1-ാം പേജിത വ്യവസായ സൗഹൃദം കേരളം ഒന്നാമതെന്ന തലക്കെട്ടിൽ വാർത്തയുടെ ആദ്യ വാചകം ഇങ്ങനെയായിരുന്നു: വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര പട്ടികയിൽ കേരളം ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനുമൊപ്പം ടോപ്പ് അച്ചീവേഴ്സ് പട്ടികയിൽ.
ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനുമൊപ്പം എന്നാണ് ഇൻട്രോയിലെ കുത്തിത്തിരിപ്പ്. അങ്ങനെയാണോ എന്ന ചോദ്യത്തിന് മൂന്നാം ഖണ്ഡികയിൽ ഉത്തരമുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. 30 ബിസിനസ് പരിഷ്കരണ സൂചികകളിൽ 9 എണ്ണത്തിൽ കേരളം ടോപ്പ് അച്ചീവേഴ്സ് വിഭാഗത്തിലാണ്. 95% മുകളിൽ പെർഫോമൻസ്. ആന്ധ്ര 5-ലും ഗുജറാത്ത് 3-ലും മാത്രമാണ് 95% മുകളിൽ പ്രകടനം കാഴ്ചവെച്ചത്. എന്നിട്ടാണ് വാർത്തയുടെ ഇൻട്രോയിൽ കേരളം ആന്ധ്രയ്ക്കും ഗുജറാത്തിനുമൊപ്പം എന്ന കുത്തിത്തിരിപ്പ്. പോട്ടെ, കുഴൽനാടൻ ജിയുടെ നുണകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ മനോരമത്തരം നമുക്ക് ക്ഷമിക്കാം. ഇനി 2ാം പേജ് എടുത്താലോ? വമ്പൻ ആഘോഷമാണ് മനോരമയിൽ. ആഘോഷമെന്ന് വെച്ചാൽ എമ്മാതിരി ആഘോഷം. വ്യവസായ സൗഹൃദ അന്തരീക്ഷം, കേരളത്തിൻ്റെ കുതിച്ചുചാട്ടം. 2018-ൽ 22ാം സ്ഥാനത്തായിരുന്ന കേരളം 2022-ൽ ഒന്നാമതെത്തി. കേരളത്തിൻ്റെ പരിഷ്കാരങ്ങളെ പ്രശംസിച്ച് പീയൂഷ് ഗോയൽ തുടങ്ങിയ തലക്കെട്ടുകളിൽ കേരളത്തിൻ്റെ നേട്ടം മലയാള മനോരമ നന്നായി ആഘോഷിച്ചു. ഏതൊക്കെ മേഖലയിലാണ് കേരളം 95% മുകളിൽ പ്രകടനം നടത്തിയതെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. ബിസിനസ് കേന്ദ്രീകൃതം എന്ന വിഭാഗത്തിൽ യൂട്ടിലിറ്റി പെർമിറ്റുകൾ നികുതി അടയ്ക്കൽ, പൗര കേന്ദ്രീകൃതത്തിൽ ഓൺലൈൻ ഏകജാലക സംവിധാനം, അർബൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റുകൾ, റവന്യൂ വകുപ്പിലെ സർട്ടിഫിക്കറ്റുകൾ, യൂട്ടിലിറ്റി പെർമിറ്റ്, പൊതുവിതരണ സംവിധാനം, ഗതാഗതം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അങ്ങനെ ബിസിനസ് കേന്ദ്രീകൃതത്തിൽ 2, പൗര കേന്ദ്രീകൃതത്തിൽ 7, ആകെ 9. ഇതുതന്നെയല്ലേ പി രാജീവിന് കേന്ദ്രമന്ത്രി സമ്മാനിച്ച ആ പുരസ്കാരത്തിലും എഴുതി വച്ചിരിക്കുന്നത് കുഴൽനാടൻ ജി. ഈ 9 മേഖലകളിലാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം 95% മേൽ പെർഫോമൻസ് കാഴ്ചവെച്ചത്. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ വിഭാഗത്തിൽ ഒന്നാമതെത്തി എന്ന് 2024 സെപ്റ്റംബർ 5-ന് മലയാള മനോരമ ഉൾപ്പെടെ സകല മാധ്യമങ്ങളും ആഘോഷമായി റിപ്പോർട്ട് ചെയ്തതാണ്. കേരളത്തിന് വേണ്ടി പുരസ്കാരം മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ചിത്രമടക്കമാണ് വാർത്ത. പത്രം വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ 5 മാസത്തിന് മുമ്പേ മാത്യു കുഴൽനാടൻ വായിച്ച വാർത്ത. ഈ വാർത്തയിൽ പറയുന്നത് പ്രകാരമുള്ള സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ് 2025 ഫെബ്രുവരി 17-ന് മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം വിളിച്ചു വാദിക്കുന്നത്. ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് 1 കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്ന് വരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു ഇതുമില്ല. ദാറ്റ് ഐ ക്യാൻ പ്രൂവ്. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഇതൊക്കെ ചെയ്യാൻ അസാധ്യമായ തൊലിക്കെട്ടി വേണം, അതിനേക്കാൾ ഉളുപ്പില്ലായ്മ വേണം. നിയമസഭയിലും കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സർവജ്ഞൻ കളി മാത്യു കുഴൽനാടൻ കളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാദം ഇങ്ങനെയായിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ നിങ്ങളുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം നമ്പർ 1 ആണെന്നല്ലേ? സർ, ഒരിക്കലും അല്ല സർ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ആസ്പിരേഷണൽ സ്റ്റേറ്റ്സിലെ കേരളം നമ്പർ 1. അതിന്റെ അർത്ഥം അറിയോ? എൻ്റെ ബഹുമാന സുഹൃത്ത് റോജി പറഞ്ഞൊരു എക്സാമ്പിളാണ് എൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. 10ാം ക്ലാസ് പരീക്ഷ നടന്നു. 10ാം ക്ലാസ് പരീക്ഷ നടന്ന് എല്ലാവരും വലിയ വിജയം നേടി ജയിച്ചു. അതിൻ്റെ തോറ്റ കുറേ പിള്ളേരുണ്ട്. തോറ്റ കുറേ പിള്ളേർക്ക് സേ പരീക്ഷ നടത്തി. ആ സേ പരീക്ഷ നടത്തിയപ്പോൾ അതിൽ ഒന്നാമത് വന്നവൻ പറയാണ് ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആവൂ? ഈ പെരും നുണ പറഞ്ഞ കുഴൽനാടന്റെ മണ്ട നോക്കി വ്യവസായ മന്ത്രി പി രാജീവ് പ്രഹരിച്ചിരുന്നു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയിൽ കിടക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, മൂവാറ്റുപുഴ അംഗം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല, അതെന്തോ സേ പരീക്ഷ എഴുതിയ പോലെയാണ്, നമ്മൾ ആസ്പിരന്റിലാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹം നിൽക്കുന്നത് 2020 റാങ്കിങ്ങിലാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ആസ്പിരന്റിലായിരുന്നു. ഇപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ്, BRAP ആണ്, 2021 മുതൽ തന്നെ. അതിൽ നമ്മൾ എമർജിങ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് അച്ചീവർ ആണ്. കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ 9 എണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2021 മുതൽ. ഇത് ലോകബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 2021 മുതൽ അതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. അല്ലാതെ വേറെ റാങ്കിങ് ഇല്ല ഇന്ത്യയിൽ. ഏക റാങ്കിങ് അതാണ്. നിയമസഭയാകട്ടെ പത്രസമ്മേളനമാകട്ടെ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ മാത്യു കുഴൽനാടൻ എത്ര അനായാസമായാണ് പറയുന്നത് എന്ന് നോക്കൂ. അതാണ് ഈസ് ഓഫ് ടെല്ലിംഗ് നുണയിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ. ഇങ്ങനെ നുണ പറയുന്ന മാത്യു കുഴൽനാടന് തന്മയത്വത്തോടെ നുണ പറയാനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യമായ കഴിവ് പരിഗണിച്ച് കെ നുണയൻ പുരസ്കാരം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പ്രതിഭയെ അങ്ങനെ അവഗണിക്കാൻ പാടില്ല.